ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഫോണിലൊരു പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസാണ് കേട്ടോ. അന്നേരം വർഷയുടെ കൈ തട്ടിയിട്ട് ഒരു കാര്യം താഴത്തേക്ക് വീഴുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ശ്രീകാന്ത് ഉണരുന്നത്. ശ്രീകാന്ത് അന്നേരം വർഷ ചാടി കളിക്കുന്നതൊക്കെ കാണുന്നു. എന്നിട്ട് വീണ്ടും കണ്ണൊക്കെ തിരുമ്മി ഒന്നും കൂടി നോക്കും. എന്നിട്ട് വേഗം ഫോൺ എടുത്ത് നോക്കുക കേട്ടോ, എത്രയായി സമയം. ഈശ്വര, 2 മണിക്കൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കോ? ഇവളുടെ സമനില തെറ്റിയെന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ് പതുക്കെ അവിടുന്ന് എഴുന്നേൽക്കുകയാണേ. എന്നിട്ട് വേഗം തന്നെ പുറത്തേക്ക് പോയിട്ട് വാതിലങ്ങ് അടച്ചു വെക്കും. അപ്പോഴായിരിക്കും ഹാളിൽ കിടക്കുന്ന സച്ചിയെയും രേവതിയെയും കാണുന്നത്. എന്നിട്ട് ശ്രീകാന്ത് ഓടി ചെന്നിട്ട്, സച്ചിയേട്ടാ, രേവതി അടുത്തി പെട്ടെന്ന് എഴുന്നേറ്റേന്ന് പറയും. അങ്ങനെ സച്ചി എന്താടാന്ന് ചോദിക്കുമ്പോൾ എത്രയായി സമയം എന്ന് ചോദിക്കേ. എടോ, സമയം ചോദിക്കാനാണോ എന്നെ ഉണർത്തിയത്? നിന്റെ കയ്യിൽ ഫോണില്ലേ? അങ്ങനെ അങ്ങ് നോക്കിയാൽ പോരേന്ന് ചോദിക്കുമ്പോൾ, അതല്ല സച്ചിയേട്ടാ, ഇപ്പൊ 2 മണിയായി. 2 മണിക്കൊക്കെ എല്ലാവരും ഉറങ്ങല്ലേ ചെയ്യാ. ഇവളെ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിക്കും. ഒന്ന് വന്നേ, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് സച്ചിയെയും രേവതിയെയും കൂട്ടിയിട്ട് പോയിട്ട് നമ്മുടെ വർഷയുടെ റൂമിലേക്ക് പോയി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വർഷയാണെങ്കിൽ അന്നേരമൊക്കെ ഭയങ്കര ഡാൻസാണ്. കണ്ടോ ഇടത്തി, ഇവള് ചെയ്യുന്നതൊക്കെ കണ്ടോ? എനിക്കെന്തോ ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നതെന്ന് ശ്രീകാന്ത് പറയുന്ന നേരത്ത് നമ്മുടെ സച്ചി വയ്ക്കും, എന്താ ചെയ്യുന്നതെന്ന്. ഇതിന് ഡാൻസ് എന്ന് പറയും സച്ചിയേട്ടാന്ന് പറയാം കേട്ടോ രേവതി. അന്നേരം നമ്മുടെ സച്ചി വയ്ക്കും, വർഷേ എന്ന് വിളിക്കുമ്പോൾ വർഷ ഇയർഫോൺ ചെവിയിൽ വെച്ചത് കൊണ്ട് തന്നെ സച്ചി വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ല. ഭയങ്കര ഡാൻസാണ്. വർഷേ എന്നങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞ് നോക്കുക. അന്നേരം നമ്മുടെ രേവതി ചോദിക്കും, എന്താ വർഷേ, എന്താ മോളെ നിനക്ക് പറ്റിയെന്ന്? അതോ, അത് കൈക്കൊക്കെ ഭയങ്കര മരവിപ്പായതുകൊണ്ട് ഒന്ന് റെഡി ആവാൻ വേണ്ടി ഇപ്പൊ ഡാൻസ് കളിച്ചതാ. പിന്നെ ഈ സമയത്ത് ഡാൻസ് കളിച്ചാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഉന്മേഷം കിട്ടും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി ആകെ അന്തം വിടാൻ കേട്ടോ. സച്ചി പറയും, ഓ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. അന്നേരം നമ്മുടെ വർഷം വയ്ക്കും, അല്ല, നിങ്ങളൊന്നും ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ? എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഉറങ്ങിയായിരുന്നു, ഞങ്ങളെ ഇവനായിട്ട് വിളിച്ചുണർത്തി കൊണ്ടുവന്നാന്ന് പറയാൻ കേട്ടോ ശ്രീകാന്തിനെ ചൂണ്ടിയിട്ട്. എന്തിനെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഡാൻസ് കളിക്കാൻ, പിന്നെ വേറെ എന്തിനാന്ന് ചോദിക്കുകയാണെ. അന്നേരം നല്ലൊരു നോട്ടാണ് കേട്ടോ ശ്രീകാന്തിനെ നോക്കുന്നത്. ശ്രീകാന്ത് ആണെങ്കിൽ ചൂളി ഇവരുടെ ബാക്കിൽ പോയി നിൽക്കുവാണ്. മോള് ഡാൻസ് കളിച്ചോട്ടോ, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്ന നേരത്തെ, അയ്യോ സച്ചിയേട്ട പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. സച്ചിയേട്ട അവള് കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ, നീ കൂടെ ചെന്ന് ഡാൻസ് കളിക്കടാന്ന് പറയാൻ കേട്ടോ സച്ചി. ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണെന്നല്ല അവള് പറഞ്ഞേ, അത് നന്നായിട്ട് കൂടട്ടെ, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടെ അവിടെ നിന്ന് സ്ഥലം വിടുക കേട്ടോ. നേരം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വാതിലൊക്കെ അടച്ചിട്ട് പതുക്കെ വരും കേട്ടോ. അപ്പോൾ വർഷം പറയും, ശ്രീകാന്തേ, നീ ഇപ്പൊ എന്തിനാ അവരെയും വിളിച്ചിട്ട് വന്നേ? എന്റെ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ടോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ആദ്യം ഇതൊന്ന് പോയി കിട്ടട്ടെ എന്ന് പറയുമ്പോൾ, എന്ത് പോവാനാ എന്നങ്ങ് ചോദിക്കട്ടോ നമ്മുടെ ശ്രീകാന്ത്. അത് ചോദിച്ച പാടെ നമ്മുടെ വർഷം വീണ്ടും ഡാൻസ് തുടങ്ങുകയാണ്. ശ്രീകാന്ത് അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊന്നുമല്ല, ഇവൾക്ക് എന്തോ മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം